വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് ജോലിയൊന്നും ഇല്ല കേട്ടോ. ഒരു 2 മിനിറ്റ് മതി ഇത് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിനോടൊപ്പം 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ മിൽക്ക് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ഏലക്ക ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഏലക്ക പൊടി ചേർക്കുന്ന സമയത്ത് നമ്മളിത് വേവിക്കുന്ന സമയത്ത് പൊടിയായിട്ട് ഇങ്ങനെ അടിയിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞത്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രം ആണ് ഉള്ളതെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെറിയ പ്ലേറ്റൊക്കെ ആണെങ്കിൽ അതായാലും മതി. അപ്പോൾ അതിലൊന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏലക്കായൊക്കെ ചേർക്കുന്നത് കൊണ്ട് അത് അടിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ തൊലിയൊക്കെ കടിക്കൂലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏലക്ക പൊടി ചേർക്കേണ്ട, ഏലക്ക ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് മാറ്റുമ്പോൾ കൈയൊക്കെ പൊള്ളും, ആവി തട്ടിയിട്ട്. കുറച്ച് നേരത്തെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ സൈഡിലൊന്നിങ്ങനെ ഇളക്കി തട്ടി ഇങ്ങനെ കൊടുക്കുമ്പോൾ വിട്ട് വരും. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വരും. ഇത് കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പരന്ന് വന്നിട്ടുള്ളത്. ചെറിയ പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നന്നായിട്ട് സൈഡും അടിഭാഗമൊക്കെ തട്ടി കൊടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളൊരു കറുപ്പ് കാണുന്നില്ലേ, അത് ഞാൻ ഏലക്ക പൊടി ചേർത്തത് കൊണ്ട് അത് അടിയിൽ വന്ന് നിന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്ക മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. നമ്മൾ മറിച്ചിടുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. ഒന്ന് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്താൽ പോരെ. പിന്നെ മുട്ടയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. പിന്നെ ചില കുട്ടികളൊക്കെ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എൻ്റെ വീട്ടിലെ മുട്ട മറിച്ചത് എന്നാണ് കേട്ടോ പറയൽ. മറ്റുള്ള സ്ഥലത്ത് എന്താണെന്നൊന്നും അറിയില്ല. ഇത് നമുക്ക് ആവിയിലും വേവിച്ചെടുക്കാം, അല്ലാതെ ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.